എല്ലാവർക്കും നമസ്കാരം. RLV രാമകൃഷ്ണനെ കമ്മ്യൂണിസ്റ്റുകൾ അധിക്ഷേപിച്ചതിൻ്റെ ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുകയാണല്ലോ. അത് കമ്മ്യൂണിസ്റ്റുകാരല്ല അപമാനിച്ചത് എന്നൊക്കെ അവർ നുണ പറയാൻ ശ്രമിച്ചെങ്കിലും അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കാലത്തും ദളിതുകളുടെ ശത്രുക്കളാണ്. അവരെ അവസരം കിട്ടിയപ്പോൾ ദളിതുകളെ മാത്രമല്ല സവർണരല്ലാത്തവരെയൊക്കെ അവർ പല സന്ദർഭങ്ങളിലും അവസരം കിട്ടുമ്പോഴോ അവസരം ഉണ്ടാക്കിയിട്ടോ അവർ അപമാനിച്ചിട്ടുണ്ട്. ഈ RLV രാമകൃഷ്ണനെ തന്നെ 2020 കമ്മ്യൂണിസ്റ്റുകൾ അപമാനിച്ചിട്ടുണ്ട്. ഈ സംഗീത നാടക അക്കാദമി 2020 കൊറോണ സമയത്ത് ഓൺലൈൻ നൃത്ത പരിപാടി നടത്തിയിരുന്നു. അതിൽ ഒരു നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അപേക്ഷ കൊടുത്തിരുന്നു. എന്നാൽ ആ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, RLV രാമകൃഷ്ണനെ അപമാനിക്കുന്ന തരത്തിൽ ഉള്ള ഒരു മറുപടി കൂടിയാണ് സംഗീത നാടക അക്കാദമിയിലെ കമ്മ്യൂണിസ്റ്റുകാരായ ഭരണാധികാരികൾ നൽകിയത്. അത് ഞാൻ എൻ്റെ വാക്കിൽ പറയുന്നില്ല. RLV രാമകൃഷ്ണൻ തന്നെ ആ സമയത്ത് 2020 സെപ്റ്റംബർ മാസം അവസാനം അദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഞാൻ അതിൻ്റെ പ്രസക്ത ഭാഗം വായിക്കാം. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ മനുഷ്യനെ ആക്ഷേപിച്ചതും അപമാനിച്ചതും എന്ന്. ആ RLV രാമകൃഷ്ണൻ്റെ പോസ്റ്റിൽ നിന്നുള്ള ചില ഭാഗം ഞാൻ വായിക്കാം. ശരിക്കും ഇന്നലെ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലച്ചു. കേവലമായ ഒരു ഓൺലൈൻ നൃത്തപരിപാടിക്കായി അപേക്ഷ സമർപ്പിച്ച എനിക്ക് കേൾക്കേണ്ടി വന്ന വാക്കുകൾ കർണഭേദകമായിരുന്നു. ആ വാക്കുകൾ ഇങ്ങനെ: കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 4 വർഷങ്ങളായി മികച്ചതാണ്. കമ്മ്യൂണിസ്റ്റുകാരയച്ച മറുപടിയാണ്. സംഗീത നാടക അക്കാദമിയിലെ കമ്മ്യൂണിസ്റ്റുകാർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ നടത്തിപ്പുകാർ നൽകിയ മറുപടിയാണ്. 4 കൊല്ലമായി ഞങ്ങൾ കാര്യങ്ങൾ വളരെ നന്നായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമകൃഷ്ണന് നൃത്തം അവതരിപ്പിക്കാൻ അവസരം തരികയാണെങ്കിൽ ധാരാളം വിമർശനങ്ങൾ ഉണ്ടാകും. RLV രാമകൃഷ്ണന് നൃത്തം അവതരിപ്പിക്കാൻ കേരള സംഗീത നാടക അക്കാദമി അനുവാദം നൽകിയെന്നാൽ ധാരാളം വിമർശനമുണ്ടാവും. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായി കുലസ്ത്രീകളോ അങ്ങനെയുള്ള സവർണ നേതാക്കന്മാരോ അവരുടെ നിർദ്ദേശപ്രകാരമുള്ള ചട്ടുകങ്ങളോ ഒക്കെയാണ് ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാമകൃഷ്ണൻ അവസരം തന്നാൽ ഞങ്ങൾ ഈ 4 കൊല്ലം കൊണ്ടുണ്ടാക്കിയ ഇമേജ് എല്ലാം തകരും. ധാരാളം വിമർശനങ്ങളുണ്ടാവും. ഞങ്ങൾ അന്തി വരെ വെള്ളം കോരിയിട്ട് അവസാനം കുടം ഉടയ്ക്കേണ്ടല്ലോ. എനിക്ക് അവസരം തരികയാണെങ്കിൽ സംഗീത നാടക അക്കാദമിയുടെ ഇമേജ് നഷ്ടപ്പെടും എന്നുള്ളതായിരുന്നു സെക്രട്ടറി പറഞ്ഞതായി ചെയർപേഴ്സൺ എന്നെ അറിയിച്ചത്. ഈ ഒരു കാര്യം എന്നിലെ കലാകാരനെ ഏറെ വേദനിപ്പിച്ചു. 35 വർഷത്തിലധികമായി ഞാൻ ചിലങ്ക കെട്ടാൻ തുടങ്ങിയിട്ട്. 35 എന്നുള്ളത് ഒരു അവ്യക്തമായിട്ട് 35 25 ഏതായാലും 35 കൊല്ലമായി ഞാൻ ചിലങ്ക കെട്ടാൻ തുടങ്ങിയിട്ട്. കൂലിപ്പണിക്കാരായ അച്ഛനും അമ്മയ്ക്കും ഒരു ചിലങ്ക വാങ്ങിത്തരാൻ കഴിവില്ലാത്തതിനാൽ മറ്റുള്ളവരുടെ ചിലങ്ക കടം വാങ്ങിയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ചിലങ്ക കെട്ടിയത്. പിന്നെ കൂലിപ്പണിയെടുത്ത് ഒരു ചിലങ്ക വാങ്ങിയത് മുതൽ കഷ്ടപ്പെട്ട് നൃത്തത്തിൽ ഉന്നത ബിരുദങ്ങൾ നേടിയതും ഡോക്ടറേറ്റ് നേടിയതും ഈ കലയിൽ ഉറച്ചു നിൽക്കണമെന്ന നിശ്ചയദാർഢ്യം കൊണ്ടാണ്. ഇതാണ് രാമകൃഷ്ണൻ അന്ന് 2020 സെപ്റ്റംബർ അവസാനം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ്. ഞാൻ പറഞ്ഞത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സംഗീത നാടക അക്കാദമി ഭരിക്കുന്നത്. അതിൻ്റെ ചെയർപേഴ്സൺ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായ ഒരു സിനിമാ നടിയായിരുന്നു. അവർ പറഞ്ഞിട്ട് കിട്ടിയ മറുപടിയാണ്. രാമകൃഷ്ണൻ ഈ വേദി തന്നാൽ, സംഗീത നാടക അക്കാദമി എന്നൊക്കെ പറഞ്ഞാൽ അവരുദ്ദേശിച്ചത് ഇന്നതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഊഹിക്കാവുന്നത് സംഗീത നാടക അക്കാദമി എന്നൊക്കെ പറയുന്നത് ഒരു സവർണ ബൂർഷ്വ ആൾക്കാരുടെ വേദിയാണ്. അവിടെ RLV രാമകൃഷ്ണനെ പോലെയുള്ള ഒരു ദളിതൻ അവസരം തന്നാൽ ഞങ്ങൾ ഒത്തിരി പഴി കേൾക്കേണ്ടി വരും. 4 കൊല്ലമായി ഞങ്ങളിങ്ങനെ സവർണാധിപത്യമൊക്കെ ഇവിടെ നടപ്പാക്കി ബൂർഷ്വ മാടമ്പി ഏർപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളരെ ഞങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കളഞ്ഞു കുളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ആ സംഭവത്തിൽ അന്ന് 2020 അപമാനിച്ച അതേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ 2024 അവർ തന്നെ അപ്പോയിൻ്റ് ചെയ്ത് കലാമണ്ഡലത്തിൻ്റെ ഭാരവാഹിത്വം വരിച്ച ഒരു വനിത RLV രാമകൃഷ്ണനെ അപമാനിച്ചുവെങ്കിൽ
അതിനുള്ള തൻ്റെ ഇടവും പശ്ചാത്തലവും ഒരുക്കി കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ ബ്രാഞ്ച് കമ്മിറ്റി മുതലുള്ള നിർദ്ദേശപ്രകാരവും പിന്നെ അവരുടെ റെക്കമെൻഡ് പ്രകാരവും ഒക്കെയാണല്ലോ ഈ സത്യഭാമ എന്ന ടീച്ചർ രാമകൃഷ്ണ ഈ സ്ഥാനത്ത് കലാമണ്ഡലത്തിൻ്റെ ചുമതലയിൽ എത്തിയത്. അപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ നിർദ്ദേശിച്ചും സമ്മതിച്ചും അവരെല്ലാം ചർച്ച ചെയ്തും അവരുടേതായ ഒരാൾ ഭരണത്തിൽ കയറിയപ്പോൾ വരണം എന്ന് വിചാരിച്ചിട്ടുമാണല്ലോ ഇത്തരം ഒരു അപ്പോയിൻമെൻറ്റ് നടന്നത്. അവരാണ് വീണ്ടും ഈ രാമകൃഷ്ണനെ അപമാനിച്ചത്. അതിനു മുൻപ് കമ്മ്യൂണിസ്റ്റുകാരിയായ മറ്റൊരു സ്ത്രീ അപമാനിച്ചു സംഗീത നാടക അക്കാദമിയുടെ പേരിൽ. ഇപ്പോൾ മറ്റൊരു സ്ത്രീ അപമാനിക്കുന്നു കലാമണ്ഡലത്തിൻ്റെ പേരിലും അല്ലാതെയും ഒക്കെ. ഏതായാലും ഇത് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു സ്ഥിരം സ്വഭാവമാണ് എന്ന് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ വെറുതെ ആരോപണം പറയുകയല്ല. അവരുടെ സവർണ ബൂർഷ്വ മാടമ്പി സ്വഭാവമാണ് ഈ ദളിത പീഡനം എന്നുള്ളത്. അവർക്ക് എപ്പോഴും ഇങ്ങനെ ഒരു മാടമ്പി സ്റ്റൈലിൽ ജീവിക്കണം. ബാക്കിയുള്ളവരൊക്കെ കീഴാളന്മാരെ പോലെ കാലു നക്കിയും ഓച്ചാനിച്ച് നിന്നും അനുസരിച്ചു കൊള്ളണം. ആരെങ്കിലും ചോദ്യം ചെയ്തവരെയൊക്കെ അവർ തല്ലിക്കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ബോംബെറിഞ്ഞ് കൊല്ലുകയൊക്കെ. അത് വേറൊരു വിഷയം. ഇപ്പം കുറച്ചു കാലം മുമ്പല്ലേ അഭിമന്യു എന്ന ആ ബാലനെ ആ പയ്യനെ അവൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ജിഹാദികളെ കൊണ്ട് കൊല്ലിക്കുകയാണല്ലോ ചെയ്തത്. അഭിമന്യു അവസാന കാലത്ത് എഴുതിയ ഏറ്റവും ഒടുവിൽ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാരണത്താലാണ് കൊല്ലപ്പെട്ടത്. RSSകാരുടെ പേരിൽ ഹിന്ദുക്കൾക്കിട്ട് വല്ലാണ്ട് പണിയുന്നുണ്ടല്ലോ ഈ ജിഹാദികൾ എന്നായിരുന്നു അഭിമന്യുവിൻ്റെ അവസാനത്തെ പോസ്റ്റ്. അത് സഹിക്കവയ്യാതെയാണ് കമ്മ്യൂണിസ്റ്റുകാർ, ഒരു ദളിതൻ കമ്മ്യൂണിസ്റ്റുകാരുടെ പാർട്ടിയിൽ നിന്നുകൊണ്ട് സംഘടനയിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നത് ശരിയല്ല, അഥവാ ജിഹാദികളെ ആക്ഷേപിക്കുന്നത് വർഗീയതയെയോ തീവ്രവാദത്തെയോ എതിർക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അഭിമന്യുവിനെ രാത്രിക്ക് രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ജിഹാദികൾക്ക് ഇട്ടുകൊടുത്ത് ഒറ്റക്കുത്തിന് ആ ചെറിയ പയ്യനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ കേസ് കോടതിയിലേക്ക് വന്നപ്പോൾ വിചാരണ നടന്നാൽ ചിലപ്പം പ്രതികളായ ജിഹാദികളൊക്കെ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു? ആ കേസ് സംബന്ധിച്ച ഫയലെല്ലാം എടുത്ത് കത്തിച്ച് കളയുകയോ കടലിൽ ഒഴുക്കുകയോ ചെയ്തു. ഏതായാലും കഴിഞ്ഞ ദിവസം ആ ഫയലെല്ലാം നഷ്ടപ്പെട്ടു എന്ന വാർത്ത. നഷ്ടപ്പെടുന്നത് എങ്ങനെ? ചുമ്മാ കോടതിയിൽ എന്തോരോ ഫയലുകൾ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എന്തോരോ ഫയലുകൾ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നഷ്ടപ്പെടുന്നില്ലല്ലോ. ഇതിനിടയിൽ നിന്ന് ഈ ഒരെണ്ണം മാത്രം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? എന്ന് വെച്ചാൽ അതെടുത്ത് കത്തിച്ച് കളഞ്ഞതാണെന്ന് ഉറപ്പാണ്. അഭിമന്യുവിനെ കൊന്ന ജിഹാദികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട്. കാരണം അഭിമന്യു എന്ന ദളിതൻ കൊല്ലപ്പെടേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ആവശ്യമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന്, കുറച്ചു കാലം മുമ്പല്ലേ ധർമ്മടത്ത് പിണറായി വിജയൻ്റെ നാട്ടിൽ തന്നെ എന്തോ പരാതി പറയാൻ, രാഷ്ട്രീയമായ ഒരു പ്രശ്നത്തിലോ അതിർത്തി തർക്കത്തിലോ എന്തോ ഒരു തർക്കം ഉണ്ടായ വേളയിൽ പാർട്ടി ഓഫീസിൽ പോയി പരാതി പറയാൻ ചെന്ന 2 ദളിത യുവതികളെ അവർ തല്ലി ഓടിക്കുകയും ആക്ഷേപിക്കുകയും വളരെ നീചമായി അവരെ ആക്രമിക്കുകയും ചെയ്തു. അവരടികൊള്ളുകയും ചെയ്തു. പിന്നെ കേസിലും പെട്ടു. അവർ ജയിലിൽ കിടക്കേണ്ടിയും വന്നു. പാർട്ടി ഓഫീസിൽ കയറി ചെന്ന് സങ്കടം പറയാൻ ചെന്നതിൻ്റെ പേരിൽ ദളിത സ്ത്രീയെ ആക്ഷേപിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ തന്നെ കണ്ണൂർ ജില്ലയുടെ വടക്കൻ ഭാഗത്ത് ഒരു യുവതി, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ദളിത് യുവതിയെ കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ തവണ ആക്രമിച്ചു, വീടാക്രമിച്ചു. അതുപോലെ തന്നെ അവരുടെ ഓട്ടോറിക്ഷ കത്തിച്ചു. പലതവണ, നിരവധി തവണ അവരെ കൊല്ലാൻ പറ്റിയില്ല എന്നുള്ളതൊഴിച്ചാൽ ബാക്കി പീഡനങ്ങൾ മുഴുവൻ ആ ദളിത യുവതിയോട് കമ്മ്യൂണിസ്റ്റുകാർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മറ്റൊരു സംഭവം. കുറച്ച് നാൾ മുമ്പാണല്ലോ, 2-3 വർഷമേ ആയിട്ടുള്ളൂ, കോട്ടയത്ത് കരോൾ സംഘത്തിൽ പോയിക്കൊണ്ടുവന്ന് കരോൾ നടത്താൻ പോയ ഒരു പറ്റം ദളിത ആൾക്കാരെ, 10-15 പേരുണ്ട്, ദളിത് വംശത്തിൽപ്പെട്ടവർ. അവരുടെ ആരാധനാലയത്തിൽ നിന്ന് കരോളിന് പോയ ആൾക്കാരെ 10-15-20 പേരെ ഡിവൈഎഫ്ഐക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അവർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത മട്ടിൽ അവരുടെ ആരാധനാലയത്തിൽ കുത്തിയിരിക്കേണ്ടി വരികയും ആഹാരം കിട്ടാതെ, വെള്ളം കിട്ടാതെ, കക്കൂസിൽ പോകാൻ പറ്റാതെ അവരെ വളരെ നീചമായി ഉപദ്രവിച്ച വാർത്ത കോട്ടയത്ത് നിന്ന് എത്രയോ ദിവസം വന്നതാണ്. എല്ലാ പത്രങ്ങളിലും വന്നു. കമ്മ്യൂണിസ്റ്റ് ദേശാഭിമാനി ഒഴിച്ച് ബാക്കി എല്ലാ പത്രങ്ങളിലും ആ സംഭവം വന്നതാണ്. ദളിതരെ ആക്രമിക്കുക മാത്രമല്ല, അടിച്ചോടിക്കാൻ, പെൺകുട്ടികളെ അടക്കം.
ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടികളെ അവരെ എറിഞ്ഞു, പലരെ ആണുങ്ങളെ അടിച്ചു, അവരുടെ കലോത്സംഗത്തിലുണ്ടായിരുന്ന സാധന സാമഗ്രികളെല്ലാം തല്ലിപ്പൊട്ടിച്ചു, സ്ത്രീകളെയും കുട്ടികളെ അടക്കമുള്ളവരെ ആക്രമിച്ചിട്ട് പോക്സോ കേസെടുക്കാനോ സ്ത്രീപീഡന കേസെടുക്കാനോ ഒന്നും പിണറായി വിജയൻ്റെ പോലീസിന് കഴിഞ്ഞില്ല. കാരണം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അനുഭവിച്ചത് ദളിതരാണ്, അവരനുഭവിക്കേണ്ടവരാണ്. EMSൻ്റെ പാർട്ടിയാണല്ലോ. പണ്ട് കാലം തൊട്ട് തന്നെ EMSൻ്റെ പൂർവികന്മാർ ഒത്തിരി ദളിതരെ പീഡിപ്പിച്ചതാണല്ലോ. കമ്മ്യൂണിസ്റ്റ് ഒരു സവർണർ എന്നുള്ള നിലയിൽ ഒത്തിരി പീഡിപ്പിച്ചിട്ടുണ്ടാവും. അതേ സവർണ പീഡനം അതേ EMSൻ്റെ പാർട്ടിക്കാർ തന്നെ വീണ്ടും തുടരുന്നു എന്ന് നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. മറ്റൊന്ന്, ഗൗരിയമ്മയെ ആക്ഷേപിച്ച കാര്യം ഗൗരിയമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞ കാര്യം EMS എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത് എന്നൊക്കെയുള്ളത് ഗൗരിയമ്മ തന്നെ പറഞ്ഞത് ഞാൻ വായിക്കാം. 1952 മുതൽ 57 വരെ തിരുക്കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവായിരുന്നത് TV തോമസാണ്. അതായത് ഗൗരിയമ്മയുടെ ഭർത്താവാണ് TV തോമസാണ്. TVയെ മോശക്കാരനായി ആരും കണക്കാക്കിയിട്ടില്ല. പല സമരവും നയിച്ച് കഴിവ് തെളിയിച്ച പ്രഗത്ഭൻ. 57 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ EMS എങ്ങനെ നിയമസഭാ കക്ഷി നേതാവായെന്ന് എനിക്കറിയില്ല. ജാതിയായിരുന്നോ കാരണമെന്നും അറിയില്ല. ജാതിയായിരിക്കാൻ കാരണം, അല്ലെങ്കിൽ നിയമസഭയിൽ മത്സരിക്കാത്ത നിയമസഭാ കക്ഷി നേതാവല്ലാത്ത നമ്പൂതിരിപ്പാട് എങ്ങനെ മുഖ്യമന്ത്രിയായി എന്ന് ഗൗരിയമ്മ ചോദിക്കുന്നു. 87 സംഭവിച്ചതറിയില്ലേ? കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്നായിരുന്നല്ലോ പ്രചാരണം. LDF നല്ല ഭൂരിപക്ഷം നേടി. പിന്നെ എന്താ നടന്നത്? ഉറങ്ങിക്കിടന്ന് EK നായനാരെ വിളിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി. പിന്നെ ഇങ്ങനെ ഗൗരിയമ്മയെ, അതുപോലെ തന്നെ EMSൻ്റെ മകൻ EM ശ്രീധരൻ, ഏലംകുളം മനക്കലെ ശ്രീധരൻ ഗൗരിയമ്മയെ ചോകോത്തി എന്ന് വിളിച്ചു എന്ന് ഗൗരിയമ്മ തന്നെ ലൈവായി പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. അപ്പോൾ അച്ഛൻ അപമാനിച്ച ആളിനെ മകൻ അപമാനിക്കാതിരിക്കാൻ പാടില്ലല്ലോ. കാരണം EMSൻ്റെ മകൻ EM ശ്രീധരൻ ചോകോത്തി എന്ന് വിളിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉള്ളിലെ ഈ സവർണ മനോഭാവം തന്നെയാണല്ലോ അതിന് കാരണം. എന്ന് മാത്രമല്ല, അതേ ഗൗരിയമ്മ പറയുന്നു, എന്നെ CPMൽ നിന്ന് 24 കൊല്ലം മുൻപ് പുറത്താക്കി. ഈയിടെ വന്ന് നേതാക്കൾ പറഞ്ഞു അത് തെറ്റായി പോയെന്ന. MV രാഘവനെയും ഇതുപോലെ പുറത്താക്കി. ഇപ്പോൾ MV രാഘവൻ്റെ പേരിൽ മലബാറിൽ ആശുപത്രി പണിയാൻ പോവുകയാണെന്ന് കേട്ടു. എല്ലാം കള്ളന്മാരാണ്, ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും കള്ളന്മാരാണ്, ഒറ്റ ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരിയായ ജീവിതം മുഴുവൻ ജീവിച്ച ഗൗരിയമ്മയാണ്, KR ഗൗരിയാണ് പറയുന്നത്. അവരുടെ അയോഗ്യത എന്തായിരുന്നു? TV തോമസിൻ്റെ അയോഗ്യത എന്തായിരുന്നു? ഗൗരിയമ്മയുടെ ഭർത്താവ്. ഗൗരിയമ്മയുടെ അയോഗ്യത എന്തായിരുന്നു? 87 തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായിരുന്നു അയോഗ്യത? അവർ സവർണ സ്ത്രീ അല്ല എന്നുള്ളതൊരൊറ്റ കാരണം കൊണ്ടായിരുന്നു. കുറച്ചുകൂടെ മേൽജാതിയാണ് ഈ ഏറമ്പാലകൃഷ്ണൻ നായനാർ. അതുകൊണ്ട് നിയമസഭയിൽ മത്സരിക്കാതിരുന്ന 57 മത്സരിക്കാതിരുന്ന EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായതുപോലെ 87 നിയമസഭയിലേക്ക് മത്സരിക്കുകയോ ജയിക്കുകയോ ഒന്നും ചെയ്യാതിരുന്ന ഉറങ്ങിക്കിടന്ന നായനാരെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത് ഈ ഗൗരിയമ്മ എന്ന ഈഴവ സ്ത്രീ മുഖ്യമന്ത്രിയാവുന്നത് കമ്മ്യൂണിസ്റ്റ് മാടമ്പി ബൂർഷ്വാ ജന്മി നേതാക്കന്മാർക്ക് സഹിക്കാവുന്ന കാര്യമല്ല എന്നർത്ഥം. മറ്റൊന്ന്, അതിനും പിന്നോട്ട് പോയാൽ പൊക്കുടൻ, കല്ലേൻ പൊക്കുടൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏഴോം ഭൂസമരം കമ്മ്യൂണിസ്റ്റുകാരെപ്പോഴും പറഞ്ഞ് അഭിമാനിച്ച് നടക്കുന്ന ഒരു സാധനമാണ് ഏഴോം ഭൂസമരം എന്നുള്ളത്. ആ ഏഴോം ഭൂസമരത്തിൽ അതായത് ദളിതർക്ക് അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പറയർക്കും പുലയർക്കും ഒക്കെ ഭൂമി പിടിച്ചു കൊടുക്കും ജന്മിമാരിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ഒരു തട്ടിപ്പായിരുന്നു ഏഴോം ഭൂസമരം. ആ സമരത്തിൽ ഭൂമി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് 2 പുലയര് പങ്കാളികളായി. അതിലൊന്ന് കല്ലേൻ പൊക്കുടനും മറ്റൊന്ന് കാഞ്ഞിരൻ എന്ന് പറയുന്ന ആളുമായിരുന്നു. സമരം നടത്തി. ഏത് സമരം നടത്തുമ്പോഴും അതൊരു ഒരു കൊലപാതകത്തിൽ അവസാനിക്കണമല്ലോ, എന്നാലല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണം പിരിക്കാൻ പറ്റൂ. രക്തസാക്ഷി ഇല്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. അതുകൊണ്ട് രക്തസാക്ഷി സാധാരണ നിലയ്ക്ക് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിൽ അവർ മനഃപൂർവ്വം രക്തസാക്ഷികളെ സൃഷ്ടിക്കും. ഈ ഭൂസമരം കൊണ്ട് രക്തസാക്ഷികൾ ഉണ്ടാകാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റുകാർ ആ ജന്മിയുടെ കുടുംബത്തിലുള്ള ഒരാളെ കൊന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിൽ കേസുണ്ടാവും, അക്രമം ഉണ്ടാവും.
അവിടെ വലിയ സംഘർഷമൊക്കെ ഉണ്ടായി. രക്തസാക്ഷിയെ കിട്ടിയില്ല, പക്ഷെ ഒരു കൊലപാതകം നടത്താൻ പറ്റി. ആ കൊലപാതകത്തിൻ്റെ പേരിൽ കേസുണ്ടായി, കൊലക്കേസായല്ലോ. അപ്പോൾ വലിയ പ്രശ്നമായി മാറും. അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ കൊലപാതകം ചെയ്തത്, ഈ പറയർക്കും പുലയർക്കും വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നടത്തുകയും സംഘർഷം നടക്കാതെ വന്നപ്പോൾ ജന്മിയുടെ ബന്ധുവിനെ കൊന്ന് സംഘർഷത്തിലേക്ക് എത്തിക്കുകയും കുറേ പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ഒക്കെ ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ തലശ്ശേരി കോടതിയിൽ കേസിൻ്റെ വിചാരണ വന്നു. ഈ വിചാരണ വേളയിൽ കേസ് ശിക്ഷിക്കപ്പെടും എന്ന് അറിയാമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു? ശിക്ഷിക്കപ്പെടും എന്നറിയാവുന്നത് കൊണ്ട് കേസ് നടന്നുകൊണ്ടിരിക്കെ തന്നെ ഒത്തുതീർപ്പിലെത്തിച്ചിരുന്നു. പക്ഷേ കേസ് വിചാരണ നടക്കുമ്പോഴാണ്. വിചാരണ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു എന്നാണെങ്കിൽ, വിചാരണ വേളയിൽ അടുത്തടുത്ത ദിവസങ്ങളിലാണ് കോടതിയിൽ വിചാരണ. അപ്പോൾ ദിവസവും എല്ലാ പ്രതികളും വീട്ടിൽ പോയിട്ട് വരാൻ സാധിക്കില്ല, അത് പ്രായോഗികമല്ല. അന്ന് വാഹന സൗകര്യമൊന്നും ഇല്ലല്ലോ, വർഷം 70 കഴിഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കേസിൽപ്പെട്ട പ്രതികളെല്ലാം ഒരു ലോഡ്ജ് എടുത്തിട്ട് അതിലെല്ലാവരെയും താമസിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ലോഡ്ജ് വാടകയ്ക്കെടുത്തു. എല്ലാ പ്രതികളെയും ഒന്നിച്ച് താമസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴാണ് കാഞ്ഞിരനും പൊക്കടനും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഉയർന്ന ജാതിക്കാരാണ്. അവർ പറഞ്ഞു, ഈ പുലയന്മാരുടെ കൂടെ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല, കേസ് എന്തായാലും വേണ്ടില്ല, ഇവരുടെ കൂടെ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അടിയന്തരമായി പാർട്ടി കമ്മിറ്റി കൂടി എന്ത് ചെയ്തു? വേറെ ഒരു മുറിയെടുത്ത് പുലയരായ പൊക്കുടനെയും കാഞ്ഞിരനെയും ആ ലോഡ്ജിൽ താമസിപ്പിച്ചു. മേൽജാതിക്കാരായ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ കുറച്ചുകൂടെ വില കൂടിയ ലോഡ്ജിൽ താമസിച്ചു. അവരുടെ ദളിത സ്നേഹം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനിടയിലാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് എന്താണ്? കുറച്ച് ഭൂമി പാർട്ടിയുടെ കയ്യിൽ തരാം, അത് പറയർക്കും പുലയർക്കും ഒക്കെ കൊടുത്തുകൊള്ളുക. അങ്ങനെ ഭൂമി കിട്ടി എന്ന് പാർട്ടിക്ക് അഭിമാനിക്കുകയും ചെയ്യാമല്ലോ. സമരം നടത്തി, കേസ് നടത്തി, ഭൂമി വാങ്ങിച്ചു എന്ന് പറയാമല്ലോ. അങ്ങനെ കേസ് ഒത്തുതീർപ്പാക്കി കുറേ ഭൂമി കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ ഇടപാടുകളെല്ലാം കഴിഞ്ഞപ്പോൾ പൊക്കുടനും കാഞ്ഞിരനും പാർട്ടി ആഫീസിൽ ചെന്നു. എന്തിനും? ഭൂമി കിട്ടുമല്ലോ. അതിനാണല്ലോ ഈ ജയിലിൽ കിടന്നതും തല്ലുകൊണ്ടതും കേസിൽപ്പെട്ടതും സമരം നടത്തിയതുമല്ല. അവിടെ ചെന്നപ്പോൾ സവർണ നേതാക്കൾ പറഞ്ഞു, അത് ഭൂമിയൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് എന്നാ കാര്യം? നിങ്ങൾ കൂലിപ്പണിക്കാരല്ലേ, നിങ്ങൾ കൃഷിയൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇത് കൃഷിഭൂമിയാണല്ലോ. കൃഷിഭൂമിയൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണ് വേണ്ടത്. അതുകൊണ്ട് അത് ഞങ്ങൾ നേതാക്കന്മാർ ഞങ്ങൾക്കിഷ്ടപ്പെട്ട ചിലർക്ക് ഭൂമി കൊടുത്തു കഴിഞ്ഞു, നിങ്ങൾക്ക് തരാൻ ഭൂമിയില്ല, നിങ്ങൾക്ക് ആ കൃഷിഭൂമിയിൽ പണി തരാം എന്ന് പറഞ്ഞൊരു പണി കൊടുക്കുകയാണ് ചെയ്തത്. സവർണ ബൂർഷ്വാ മാടമ്പി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഏഴോം ഭൂസമരത്തിൻ്റെ പേരിൽ പറയരെയും പുലയരെയും വഞ്ചിച്ചു എന്ന് മാത്രമല്ല, ആ കേസിൽപ്പെട്ട് ജയിലിൽ കിടന്ന് മർദ്ദനമേറ്റ് വാങ്ങിയ കാഞ്ഞിരനെയും പൊക്കുടനെയും ചതിച്ച് ആട്ടിയിറക്കി പാർട്ടി ആഫീസിൽ നിന്ന് അവർക്ക് 1 സെൻറ്റ് ഭൂമി പോലും കൊടുത്തില്ല. കിട്ടിയ ഭൂമി അത്രയും സവർണ കമ്മ്യൂണിസ്റ്റുകാർ പങ്കിട്ടെടുത്തു. നിങ്ങൾക്ക് സംശയമുണ്ട്, അന്വേഷിച്ച് നോക്ക്. ഞാനീ പറഞ്ഞതിലൊരല്പമെങ്കിലും ഒരു വാക്കെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് ധൈര്യമുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടെങ്കിൽ പറ. ഇത് കേൾക്കുന്ന ദളിതന്മാരെന്ന് പറയപ്പെടുന്നവർ, ഞങ്ങൾക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല, ദളിതനാ സവർണനാ വർണ്ണനെന്നൊക്കെയുള്ളൂ. നിങ്ങളാണല്ലോ ഈ ദളിതരെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ അന്വേഷിക്ക്, ദളിതവാദികൾ അന്വേഷിക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും കൊടുത്ത് അടിമകളെ പോലെ പണിയെടുക്കുന്ന ദളിതർ എന്ന് പറയപ്പെടുന്ന പിന്നോക്ക സമുദായത്തിൽ ജനിച്ചവരൊക്കെ ഈ ചരിത്രം ഒന്ന് അന്വേഷിച്ചു നോക്കുക. അവിടെ അവസാനിച്ചില്ല. ഇതിൽ നിരാശ പൂണ്ട കാഞ്ഞിരനും പൊക്കുടനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പൊക്കുടൻ കുറേ കാലം എന്നിട്ട് വേറെ ഒന്നിനും ചെയ്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു പ്രവർത്തകനുണ്ടല്ലോ, ഒരു സാമൂഹ്യ പ്രവർത്തകനുണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനുണ്ട്. അദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ പാരിസ്ഥിതിക പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ചെയ്തത് ഒരു സമുദായ പ്രവർത്തനത്തിന്. കാരണം ഈ സമുദായത്തെ സംഘടിപ്പിച്ചില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അടിമകളായി അവർ കമ്മ്യൂണിസ്റ്റ് അട്ടകൾ ചോര ഊറ്റി കുടിക്കുകയും അവർക്ക് ചോര ഊറ്റി കുടിക്കുവാനുള്ള ഇരകളായി പറയരും പുലയരും മാറും എന്ന് ബോധ്യമായ കല്ലേൻ പൊക്കുടൻ അദ്ദേഹം ഈ ഒരു സമുദായ പ്രവർത്തകനായി മാറി. ഈ ചതി പഠിപ്പിക്കാനായിരിക്കണം. പക്ഷെ അതിനും അനുവദിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊക്കുടനെയും ഭാര്യയെയും പെരുവഴിയിലിട്ട് മർദ്ദിച്ച് ചവിട്ടിക്കൂട്ടി, നിനക്ക് സമുദായ പ്രവർത്തനം നടത്തണം അല്ലേടാ,
പാർട്ടിക്കെതിരെ നീ പ്രവർത്തിക്കുവോ എന്നും ചോദിച്ച് യുവാവായിരുന്ന കാലത്ത് പൊക്കുടനെയും ഭാര്യയും പലതവണ ഒരു വഴിയിലിറങ്ങിയാൽ അപ്പോൾ അടിക്കും. അപ്പോൾ അവിടെ ദളിതമർദ്ദനം ഒന്നുമില്ല. ദളിതമർദ്ദനം, സവർണന്മാരുടെ ദളിതമർദ്ദനം എന്ന വാക്കൊന്നുമില്ല. പൊക്കുടനും ഭാര്യയും അടികൊണ്ട് പലവട്ടം അവശരായി അവസാനം പാർട്ടിയെ പേടിച്ച് സമുദായ പ്രവർത്തനം നിർത്തി പിന്നീടാണ് പൊക്കുടൻ കണ്ടൽക്കാടിൻ്റെ പ്രചാരകനായി പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു അവതാരമായി ഒരു ഉജ്ജ്വലനായ സാംസ്കാരിക പ്രവർത്തകനായി സവിശേഷമായി പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ആ മനുഷ്യൻ ഒരു തരത്തിൽ നന്നായി. കാരണം പാർട്ടിയുടെ കൂടെ വയസ്സ് മരിക്കുന്നിടം വരെ നിന്നിരുന്നെങ്കിൽ കല്ലേൻ പൊക്കുടൻ ഭൂമി കിട്ടിയില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഒന്നും ആകുമായിരുന്നില്ല. ഇന്ന് കല്ലേൻ പൊക്കുടൻ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയെങ്കിൽ, നമ്മുടെയൊക്കെ ഒരു മാതൃകാ പുരുഷനായി മാറിയെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആട്ടും തുപ്പും അടിയേറ്റ് വാങ്ങി ദളിതനായി ജീവിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇന്ന് നാം അറിയുന്ന കല്ലേൻ പൊക്കുടൻ ഉണ്ടായത്. പക്ഷേ ആ പൊക്കുടനെയും കുടുംബത്തിനെ അടക്കം അവരെയെല്ലാം ചതിച്ച് നാണം കെടുത്തി മർദ്ദിച്ച് ആ ചതിയും മർദ്ദനവും ഒക്കെ അവരിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദളിത പ്രേമം RLV രാമകൃഷ്ണൻ്റെ പേരിൽ ഇപ്പോൾ SFIക്കാർ വിളിച്ചുകൊണ്ട് പോയി എന്നാണ്. അതേ SFIക്കാരാണ് അഭിമന്യുവിനെ കൊല്ലാൻ വിളിച്ചു വരുത്തിയതും. അത് രാമകൃഷ്ണൻ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. രാമകൃഷ്ണനെ വിളിച്ചുകൊണ്ടുപോയി വേദി തന്നു എന്ന് പറഞ്ഞ് അതേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് സംഗീത നാടക അക്കാദമിയിൽ വേദി നിഷേധിച്ചത്. രാമകൃഷ്ണനെ വിളിച്ചുകൊണ്ടുപോയി പരിപാടി നടത്തിച്ചു എന്ന് രാമകൃഷ്ണൻ പറഞ്ഞ അതേ SFIക്കാരാണ് അഭിമന്യുവിനെ വിളിച്ചു വരുത്തി കൊലയ്ക്ക് കൊടുത്തത്. അതുകൊണ്ട് അവരുടെ ദളിത പ്രേമത്തെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട. ദളിതരെ മാത്രമല്ല, ഈഴവരാതി പിന്നോക്കക്കാരെ മുഴുവൻ ചതിച്ച പാരമ്പര്യമേ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളൂ. അവർ പാർട്ടി തുടങ്ങിയതും നടത്തിയതും എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് 3 കൂട്ടരാണ്. സവർണ, ജന്മി, ബൂർഷ്വ, മാടമ്പി നേതാക്കളാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ പെടാത്തവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. അതുകൊണ്ട് ഈ സത്യം തിരിച്ചറിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും നിങ്ങളുടെ ചോര ഊറ്റിക്കൊടിച്ച, നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ചതി തിരിച്ചറിയുകയും ആ പാർട്ടിയെ കാറിത്തുപ്പി പുറംകാലുകൊണ്ട് അടിച്ച് തെറിപ്പിച്ച് നിങ്ങൾ ഏത് പാർട്ടി ചേരുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ സ്വാഭിമാനമുള്ളവരായി മാറ്. നിങ്ങൾ എന്ന് ഞാൻ പറയുന്നത് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നു, അത് ദളിതൻ്റെ പേരിൽ നിൽക്കുന്നതിനെ കുറിച്ചാണ്. അല്ലാതെ ഒരു നിങ്ങളില്ല ഇവിടെ. പക്ഷേ അറിയാൻ വേണ്ടി പറയുകയാണ്, പാർട്ടിക്ക് വേണ്ടി ചോര കൊടുത്തും മുദ്രാവാക്യം വിളിച്ചും ജീവിതം പാഴാക്കുന്ന ഈ പാവപ്പെട്ട ആൾക്കാർ മുഴുവൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും തിരിച്ചറിയണം. വെറും സവർണ, ജന്മി, ബൂർഷ്വ, മാടമ്പി നേതാക്കൾക്ക് വേണ്ടി മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ചരിത്രം നിങ്ങൾ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.